ഹായ് ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കോപ്പകുമാർ ടി പി ആണ്. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന ഒരുപാട് റേഞ്ച് ഓഫ് പ്രൊഡക്റ്റുകൾ ഞാൻ കാണിക്കാൻ പോകുന്നുണ്ട്. ആ പ്രൊഡക്റ്റുകളൊക്കെ ഓരോ പുതിയ ബിസിനസ് സാധ്യതകളാണ്. തീർച്ചയായിട്ടും നമ്മളിൽ റീപാക്കിംഗ് ബിസിനസ് ചെയ്യുന്ന, റീസെല്ലിംഗ് ബിസിനസ് ചെയ്യുന്ന എല്ലാ ആൾക്കാർക്കും ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു വീഡിയോ സ്ട്രൈക്ക് ആവുകയും അത് നിങ്ങൾക്ക് വളരെ നല്ല രീതിയിലൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കുകയും ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഒട്ടും താമസിക്കുന്നില്ല, ഇന്നത്തെ ബിസിനസ് ഐഡിയയിലേക്ക് കടക്കാം. ഇന്നത്തെ ബിസിനസ് ഐഡിയ വെച്ചൊരു വൈഡ് ഓപ്പർച്യൂണിറ്റിയുള്ള വൈഡ് റേഞ്ച് ആയിട്ടുള്ള റീപാക്കിംഗ് ബിസിനസ്, റീസെല്ലിംഗ് ബിസിനസിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. സോ വെൽക്കം ടു വീഡിയോ. ഇത് ഞാൻ പരിചയപ്പെടുത്താവുന്ന ഒരു കമ്പനിയാണ്. ആ കമ്പനിയെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ പറയാം. നമുക്കറിയാം, റീപാക്കിംഗ് ബിസിനസ്സും റീസെല്ലിംഗ് ബിസിനസ് നമുക്ക് ഏറ്റവും കുറഞ്ഞ റേറ്റിൽ തുടങ്ങാൻ പറ്റുന്ന സംരംഭങ്ങളാണ്. വീട്ടിൽ നിന്ന് തുടങ്ങാമെന്നുള്ളതാണ് ഒരു അഡ്വാൻറ്റേജ്. നമുക്ക് ചെറിയ റൂം ഉണ്ടെങ്കിൽ റൂമിൽ നിന്ന് തുടങ്ങാമെന്നുള്ള അഡ്വാൻറ്റേജ്. വളരെ മിനിമം ആയിട്ടുള്ള ലൈസൻസുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളുടെ കാര്യങ്ങൾ വളരെ നല്ല രീതിയിലൊരു കസ്റ്റമറിലേക്ക് എത്തിക്കാം. അപ്പം പ്രൊഡക്റ്റ് കണ്ടെത്തുന്നതിൽ നമ്മൾ മാനുഫാക്ചറിംഗ് ചെയ്തതും അത്ര തന്നെ ഈക്വലൻ്റ് ആയിട്ടുള്ള ഒരു സെഗ്മെൻറ്റാണ് ആ പ്രൊഡക്റ്റ് എങ്ങനെ കസ്റ്റമർ അവതരിപ്പിക്കുന്നുള്ളത്. നല്ല പാക്കേജിംഗ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പ്രൊഡക്റ്റ് വിജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് മിക്ക സക്സസ്ഫുൾ ആയിട്ടുള്ള കമ്പനികളുടെയും പാക്കേജിങ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അത് കാരണം എൻ്റെ യൂസർ എന്ന് പറഞ്ഞാൽ കസ്റ്റമറാണ്. കസ്റ്റമറുകളിലേക്ക് ഒരു ഫിനിഷ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് കിട്ടുമ്പോൾ മാത്രമേ അദ്ദേഹം സാറ്റിസ്ഫൈ ആവുള്ളൂ. അദ്ദേഹം അത് റെക്കമെൻഡ് ചെയ്യുള്ളൂ, കൂടുതൽ ഉപയോഗിക്കാൻ നോക്കുള്ളൂ. കൂടുതൽ ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ എന്ത് രീതിയിലുള്ള വരുമാനം കിട്ടുന്നത്. കാരണം അതുകൊണ്ട് തന്നെ മിക്ക കമ്പനീസും പാക്കേജിങ് സെഗ്മെൻറ്റിൽ വളരെയധികം ശ്രദ്ധ ചെലുത്താറുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിൽ സബ്സ്ക്രൈബർ ആയിട്ടുള്ള എല്ലാ ആൾക്കാർക്കും ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. ഞാൻ ഇന്നൊരു പാക്കേജിങ് സൊല്യൂഷൻ പ്രൊവൈഡറെ, ഹോൾ 360 ഡിഗ്രി പാക്കേജിങ് സൊല്യൂഷൻ പ്രൊവൈഡറെ ഞാൻ പരിചയപ്പെടുത്താണ്. അവരുടെ കയ്യിൽ ഇല്ലാത്ത പാക്കേജിങ് സൊല്യൂഷൻസ് ഒന്നുമില്ല. അത് പ്രത്യേകിച്ചും റീപാക്കിംഗ്, റീസെല്ലിംഗ് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് 100% വിശ്വസിച്ച് നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന പാക്കേജിങ് സൊല്യൂഷൻസ് ആണുള്ളത്. ഈ പാക്കേജിങ് സൊല്യൂഷൻസ് ഒക്കെ പരിചയപ്പെടുത്തുമ്പോൾ നിങ്ങളൊരു കാര്യം, ഈ പാക്കേജിങ് സൊല്യൂഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഓരോ ബിസിനസ് ഓപ്പർച്യൂണിറ്റികളാണ്. ഓക്കെ, അപ്പം എന്തൊക്കെയാണ് ഇവരുടെ സൊല്യൂഷൻസ് നോക്കാം. കമ്പനിയുടെ പേര് പ്ലാസ്റ്റോസീൽ പാക്കേജിങ് സൊല്യൂഷൻസ് എന്നാണ്. എറണാകുളം ജില്ലയിലെ കിഴക്കമ്പലത്താണ് ഇവരുടെ ഓഫീസ്. ഇനി എന്തൊക്കെ പ്രൊഡക്റ്റുകളാണ് ഇവരുടെ കയ്യിൽ? ഇവർ ആക്ച്വലി ഒറിജിനൽ മാനുഫാക്ചേഴ്സാണ്. ഒരുപാട് പാക്കേജിങ് മെഷീനറി, എസ്പെഷ്യലി ലൈക്ക് സീലിംഗ് മെഷീൻസും അത്തരത്തിലുള്ള പാക്കേജിങ് മെഷീൻസൊക്കെ വളരെ നല്ല രീതിയിൽ, വളരെ കുറഞ്ഞ റേറ്റിൽ, അഫോർഡബിൾ റേറ്റിൽ കേരളത്തിൽ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയിൽ സപ്ലൈ ചെയ്യുന്ന ഒരു മാനുഫാക്ചറാണ്. മാനുഫാക്ചറിന് പുറമേ തന്നെ ഇവർ വേറെ കമ്പനികളുടെ പ്രൊഡക്റ്റുകൾ ഇമ്പോർട്ട് ചെയ്ത്, എസ്പെഷ്യലി കേരളത്തിലില്ലാത്ത പ്രൊഡക്റ്റുകളൊക്കെ ഇമ്പോർട്ട് ചെയ്തിട്ടും കസ്റ്റമർക്ക് ലഭ്യമാക്കുന്നുണ്ട്. കാരണം ഇവരുടെ ഒരു ഹോൾ പർപ്പസ് പാക്കേജിങ് സൊല്യൂഷൻസിലാണ്. ഇവർ നമ്മൾക്ക് എങ്ങനെയാണ് ഉപകാരപ്പെടുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇവരുടെ ഞാൻ പറഞ്ഞു മെയിൻ ത്രീ സെഗ്മെൻറ്റ്സ് ആണ്. ഒന്നെന്ന് വെച്ചാൽ സീലിംഗ് മെഷീൻസിൻ്റെ കാറ്റഗറി, അതിനുശേഷമുള്ളതാണ് ഫില്ലിംഗ് മെഷീൻസ് കാറ്റഗറി, അതിനുശേഷമുള്ള ഒരു കാറ്റഗറിയാണ് കോഡിംഗ് മെഷീൻസിൻ്റെ കാറ്റഗറി. ഞാൻ പറയാൻ പോകുന്നത് വളരെ ശ്രദ്ധിക്കുക. എന്താണ് സീലിംഗ് മെഷീൻസ് നോക്കാം. സീലിംഗ് മെഷീൻ എന്താണ്? നമ്മൾ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനെ സീൽ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ടല്ലേ. നമ്മൾ ഇത്ര ക്വാണ്ടിറ്റിയിൽ എടുത്തു കഴിഞ്ഞാൽ സീൽ ചെയ്യണം. ആ സീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പലതരത്തിലുള്ള മെഷീൻസ് ഉപയോഗിക്കാം. അപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള സീലിംഗ് മെഷീൻസ് എന്ന് പറയുന്നത് നമ്മളെ ഹാൻഡ് സീലിംഗ് മെഷീൻസാണ്. നമുക്ക് കൈകൊണ്ട് തന്നെ നമുക്ക് സീൽ ചെയ്യാൻ പറ്റുന്ന മെഷീൻസാണ്. ഈ കമ്പനി വെറും 1100 രൂപ റേറ്റിൽ വരെ ഹാൻഡ് സീലിംഗ് മെഷീൻസ് അവൈലബിൾ ആണ്. 8 ഇഞ്ച് സീലിംഗ് മെഷീൻസ് മുതൽ 8, 12, 14, 16 എന്നൊക്കെ പറഞ്ഞിട്ട് 24 ഇഞ്ച് സീലിംഗ് മെഷീൻസിൻ്റെ ഇതുവരെ ഹാൻഡ് സീലിംഗ് സെഗ്മെൻറ്റിൽ അവൈലബിൾ ആണ്. ഇവർ തന്നെ ഓണായിട്ട് ഈ ഹാൻഡ് സീലിംഗ് മെഷീൻസ് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് വേറൊരു അഡ്വാൻറ്റേജ്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കുറച്ചും കൂടെ ഇതിൻ്റെ ഒരു നല്ലൊരു ഒരു സെക്കൻഡ് സ്റ്റെപ്പായിട്ട് വരുന്നതാണ് കണ്ടിന്യൂസ് സീലിംഗ് മെഷീൻസ് എന്ന് പറയുന്നത്. കണ്ടിന്യൂസ് സീലിംഗ് മെഷീൻസ് എന്താണ്? നിങ്ങൾക്കറിയാം, കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊരു സ്ഥലത്ത് നിന്ന് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി അത് കണ്ടിന്യൂസ് ഒരു കൺവെയർ ബെൽറ്റിലൂടെ പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും അത് സീലിംഗ് നടക്കുന്ന പ്രോസസ്സാണ് കണ്ടിന്യൂസ് സീലിംഗ് മെഷീൻസ് എന്ന് പറയുന്നത്. ഞാൻ ഈ കാണിക്കുന്ന ബാക്ക്ഗ്രൗണ്ടിലുള്ളത് കണ്ടിന്യൂസ് സീലിംഗ് മെഷീനാണ്. ഇത് നിങ്ങൾക്കറിയാം എവിടേക്കാണ് ഓപ്പറേഷൻ. നിങ്ങളൊരു അച്ചാർ ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ നിങ്ങൾ ഫില്ല് ചെയ്തതിന് ശേഷം നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് ഈ സീലിംഗ് മെഷീനിൽ ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഡയറക്റ്റായിട്ട് ഓരോ ഇതിലെയും ഡയറക്റ്റായിട്ട് നടന്നുകൊണ്ടിരിക്കും. നിങ്ങൾ ഈ ഫുഡ് ഐറ്റംസ് മാത്രമല്ല, നോൺ ഫുഡ് ഐറ്റംസ് നിങ്ങൾക്ക് കണ്ടിന്യൂസ് സീലിംഗ് മെഷീനിലൂടെ ചെയ്യാൻ പറ്റും. എന്ത് സാധനവും റീപാക്ക് ചെയ്ത് കഴിഞ്ഞാൽ സീൽ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കണ്ടിന്യൂസ് സീലിംഗ് മെഷീൻ. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു വ്യക്തി ചെയ്യുന്ന ജോലി സമയം വളരെ കുറഞ്ഞ സമയത്തേക്ക് മാറ്റാൻ പറ്റുന്നുള്ളതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. നിങ്ങൾ നോക്കുക, മാൻ അവർ എന്നുള്ളത് ഇത്തരത്തിലുള്ള ബിസിനസ്സുകളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എത്രത്തോളം മാൻ അവേഴ്സ് കുറക്കുന്നു അത്രത്തോളം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓപ്പറേഷണൽ കോസ്റ്റിന് ലാഭം കിട്ടുകയും ഈ ഓപ്പറേഷണൽ കോസ്റ്റ് തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു എക്സ്ട്രാ ഒരു ബിസിനസ്സിൻ്റെ ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ മാൻ അവർ കുറക്കാനുള്ള കണ്ടിന്യൂസ് സീലിംഗ് മെഷീൻസ് ഉണ്ട്. ഇത് തന്നെ 2 തരത്തിലുണ്ട്. ഇത് വെർട്ടിക്കൽ സീലിംഗ് മെഷീനുണ്ട്, ഹൊറിസോണ്ടൽ സീലിംഗ് മെഷീനുണ്ട്. ഹൊറിസോണ്ടൽ സീലിംഗ് മെഷീൻ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കാണുന്നതൊക്കെ ഈ നേരത്തെ ഞാൻ കാണിച്ചൊക്കെ ഹൊറിസോണ്ടൽ സീലിംഗ് മെഷീൻസ് ആണ്. ഇനി
വെർട്ടിക്കൽ സീലിംഗ് മെഷീൻ ആണെങ്കിലും എന്ത് ഡയറക്റ്റ് വരിക, നിങ്ങൾക്ക് പാക്കേജിങ് വരുന്ന സമയത്ത് വെർട്ടിക്കൽ രീതിയിലാണ് വരിക. അപ്പം നിങ്ങൾ ദോശമാവ് പുട്ടുപൊടി ബാറ്റേഴ്സ് അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും സീലിംഗ് ഇത്തരത്തിലുള്ള കണ്ടിന്യൂസ് സീലിംഗ് മെഷീനിലൂടെ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. അത് കഴിഞ്ഞാൽ വേറൊരു കാറ്റഗറിയാണ് അലുമിനിയം ഫോയിൽ സീലർ എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം ചില പ്രൊഡക്റ്റുകൾ എസ്പെഷ്യലി നിങ്ങൾ ഉണ്ടാക്കുന്ന നമ്മൾ അച്ചാർ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അച്ചാറിൻ്റെ മുകളിൽ നിങ്ങൾ എന്ത് ചെയ്യും, ഒരു അലുമിനിയം ഫോയിൽ സീൽ ചെയ്യാറുണ്ട്. നമ്മൾ മൂടി അതിനായിട്ട് മുകളിലെ ക്യാപ്പിനും പുറമേ ഉള്ളൊരു സീലിംഗ് ആണ്. ഇത് ആക്ച്വലി കസ്റ്റമർ ട്രസ്റ്റ് വിശ്വാസം നല്ല. ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഫുഡ് പ്രൊഡക്റ്റുകളാണെങ്കിലും നിങ്ങൾ ചെയ്യുന്ന ബേക്കറി ഐറ്റംസ് ആണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഈ വറവ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, ഒരു കുപ്പിയിലൊക്കെയാണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ ബോട്ടിലാണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ മുകളിൽ അലുമിനിയം ഫോയിൽസ് നിങ്ങൾ ചെയ്യാറുണ്ട്. ഇത് തന്നെ വേറെ പലതരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ പോപ്കോൺ ആണ് സെല് ചെയ്യുന്നതെങ്കിൽ അത്തരത്തിലും എന്ത് ചെയ്യും, നിങ്ങൾക്ക് അലുമിനിയം സീൽസ് ഉപയോഗിക്കാൻ പറ്റും അല്ലേ. അപ്പോൾ ഈ അലുമിനിയം സീലിംഗ് മെഷീൻസും ഇതിൻ്റെ കൂടെ അവൈലബിൾ ആണ്. ഇത് തന്നെ പല ടൈപ്പിലുള്ള, ഞാനത് പറഞ്ഞു തരാം. അതിന് മുമ്പ് അതിൻ്റെ അടുത്ത കാറ്റഗറിയാണ് വരുന്നത് ഇൻഡക്ഷൻ സീലർ. നമുക്ക് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ഉപയോഗിച്ചിട്ട് എസ്പെഷ്യലി നിങ്ങൾ ചെറിയ ഇപ്പം കോസ്മെറ്റിക്സ് ഐറ്റംസോ അല്ലെങ്കിൽ നമുക്ക് വായുസഞ്ചാരം കിടക്കാണ്ടാത്ത ഐറ്റംസ് ഒക്കെയാണ് ഇത്തരത്തിൽ നമ്മൾ ചെയ്യുക. കാരണം വായുവായിട്ട് സമ്പർക്കം ചെയ്ത് കഴിഞ്ഞാൽ അത് റിയാക്ഷൻ നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിൽ അലുമിനിയം സീലേഴ്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇൻഡക്ഷൻ സീലിംഗ് മെഷീൻസ് ഉണ്ട്. അതേപോലെ തന്നെ വേറൊരു കാറ്റഗറിയാണ് കപ്പ് സീലിംഗ് മെഷീൻ. ഇപ്പോൾ നിങ്ങൾ പോപ്കോൺസ് ഒക്കെ നിങ്ങൾ ഈ പറഞ്ഞ നമ്മൾ സിനിമാ ഹാളിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ കണ്ടിട്ട് പോപ്കോൺ ചെയ്യുന്നുണ്ട്, ജീരക മിഠായി ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കപ്പിലാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ ആ കപ്പിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ആ ഒരു ഡയമീറ്ററിൽ നിങ്ങൾക്ക് സീൽ ചെയ്യാനുള്ള മെഷീൻസും ഇത്തരത്തിൽ അവൈലബിൾ ആണ്. ഇതൊക്കെയാണ് ഓവറോൾ ആയിട്ടുള്ള സീലിംഗ് മെഷീൻസ് ഉണ്ട്. ഇതിനകത്തുള്ള ഓരോ സീലിംഗ് മെഷീനും ഓരോ പ്രൊഡക്റ്റുകളാണ് സ്യൂട്ടബിൾ ആവുക. ഈ ഓരോ പ്രൊഡക്റ്റുകളും ഓരോ ബിസിനസ് ഓപ്പർച്യൂണിറ്റികളാണ്. ഇനി ഞാൻ അടുത്ത പറയാൻ പോകുന്നത് ഫില്ലിംഗ് മെഷീനാണ്. എവിടെയാണ് നമ്മൾ ഫില്ലിംഗ് മെഷീൻ ഉപയോഗിക്കുക? കൺസിഡർ നിങ്ങളൊരു തേൻ നിങ്ങൾ റീപാക്ക് ചെയ്ത് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും തേൻ നല്ല വിസ്കസ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. മറിച്ച് നിങ്ങൾ ജ്യൂസാണ് കൊടുക്കുന്നതെങ്കിൽ ജ്യൂസിൻ്റെ വിസ്കസ് പ്രോപ്പർട്ടിയും നമ്മളെ തേനിൻ്റെ വിസ്കസ് പ്രോപ്പർട്ടിയും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, പലതരത്തിൽ അല്ലെങ്കിൽ വേണ്ട നിങ്ങൾ എന്ത് ചെയ്യുന്നു, നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് പാല്, ജ്യൂസ് അത്തരത്തിലുള്ള ഐറ്റംസ് ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ഈ പറഞ്ഞ നമ്മുടെ തേൻ ഉപയോഗിക്കാം. അത് ആ കണ്ടിന്യൂസ് ഇതാണെങ്കിൽ ഡയറക്റ്റായിട്ട് ആ ക്വാണ്ടിറ്റി നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എക്സായിട്ട് നമ്മൾ ബോട്ടിലേക്ക് ആ ക്വാണ്ടിറ്റി വീഴുകയും നമ്മൾ വീണ്ടും റീമെഷർ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. ഇതൊക്കെ സർട്ടിഫൈഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ്. ഇതൊക്കെ ഇൻഡസ്ട്രി ഇൻസ്പെക്ട് ചെയ്ത പ്രൊഡക്റ്റുകളാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. കേരളത്തിൽ എല്ലാ സ്ഥലങ്ങളിലേക്കും ഇവരുടെ ഡെലിവറിയും കൊറിയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവരെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള മെഷീൻസ് വാങ്ങണമെങ്കിൽ തീർച്ചയായിട്ടും ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓൾ കേരള ഡെലിവറി അവൈലബിൾ ആണ്. വേറൊരു ഏറ്റവും വലിയ അഡ്വാൻറ്റേജസ് ഉള്ള കേരളത്തിൽ ഏറ്റവും കുറവ് അഫോർഡബിൾ റേറ്റിൽ മെഷീൻസ് കൊടുക്കുന്ന കമ്പനിയാണ് പ്ലാസ്റ്റോസീൽ. ഇവരുടെ ഓൺ മാനുഫാക്ചർ ആയതുകൊണ്ടാണ് അവർക്ക് അങ്ങനെയുള്ളൊരു കാപ്പബിലിറ്റി. അതുമാത്രമല്ല എല്ലാ പ്രൊഡക്റ്റിനും വളരെ കൃത്യമായിട്ടുള്ള വാറണ്ടിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി ഞാൻ ലിക്വിഡ് ഫില്ലിങ്ങിൻ്റെ വേറൊരു എക്സാമ്പിൾ അടുത്തതിലേക്ക് പോവുകയാണ്. അതാണ് പേസ്റ്റ് ഫില്ലിംഗ്. നിങ്ങൾ ഗാർലിക് പേസ്റ്റാണ് നിങ്ങൾ ഫില്ല് ചെയ്യാൻ ഉദ്ദേശിച്ചത്, നിങ്ങൾ ഗാർലിക് പേസ്റ്റാണ് മാനുഫാക്ചർ ഉദ്ദേശിച്ചത്. അല്ലെങ്കിൽ നിങ്ങൾ നെയ്യാണ്, ഗീ, ചോക്ലേറ്റ് പോലുള്ള കുറച്ച് കട്ടിയുള്ള പേസ്റ്റ് പോലുള്ള ഐറ്റംസാണ് നിങ്ങൾ ഫില്ല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനുവേണ്ടി നമുക്ക് ഉപയോഗിക്കുന്നതാണ് പേസ്റ്റ് ഫില്ലർ എന്നുള്ളത്. ഇതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേറൊരു കാറ്റഗറിയിൽ വരുന്ന ഈ ഫില്ലിംഗ് മെഷീൻസ് ആണ്. ഇത്തരത്തിലുള്ള ഫില്ലിംഗ് മെഷീൻസും ഉണ്ട്. ഇത് കൂടാതെ തന്നെ ഇതിൻ്റെ കാറ്റഗറിയിൽ സബ്ബായിട്ട് വരുന്ന കുറേ പ്രൊഡക്റ്റ് പാക്കേജ് ചെയ്യാൻ പറ്റുന്ന കുറേ സാധനങ്ങളുണ്ട്. അതിനെ കുറിച്ച് നമ്മളൊന്ന് പരിചയപ്പെടാം. അതിൽ ഒന്നാമത്തെ കേസാണ് നമ്മൾ പറയുന്നത് ഷ്രിങ്ക് ടണൽ. നിങ്ങൾക്കറിയാം ഒരുപാട് ബോട്ടിൽസ് നിങ്ങളുടെ കയ്യിലുണ്ട്. ഈ ബോട്ടിൽസ് നിങ്ങളൊരു കേസായിട്ട് ഇപ്പോൾ 10 എണ്ണത്തിൻ്റെ ഒരു കേസിന് ഇത്ര രൂപയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു അതിന് വേണ്ടിയിട്ട് ഒരു കാർഡ്ബോർഡ് ബോക്സ് വാങ്ങി നിങ്ങൾ ബോക്സ് പാക്ക് ചെയ്യുന്ന സമയത്ത് എക്സ്ട്രാ കോസ്റ്റാണ് വരുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് ഒരു ബാച്ച് ആക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഒരു റാപ്പ് കവർ ചെയ്യുന്നതിനാണ് നമുക്ക് ഷ്രിങ്ക് ടണൽസ് വരുന്നത്. അതായത് നിങ്ങൾ വെക്കുന്നു, ഓട്ടോമാറ്റിക്കലി അതിൽ എയർ എന്ത് ചെയ്യുന്നു, സക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് പാക്കറ്റായി മാറുന്നു. നിങ്ങൾ കണ്ടിട്ടില്ലേ നമ്മളെ വെള്ളത്തിൻ്റെ ബിസ്ലറി ബോട്ടിൽസ് അങ്ങനെയുള്ള ബോട്ടിൽസൊക്കെ നിങ്ങൾ എങ്ങനെയാണ് വരുന്നത്, ഈ സ്ട്രിങ് ടണൽ എന്നുള്ള കോൺസെപ്റ്റിലൂടെ വരുന്നത്. അതിൻ്റെ മുകളിൽ കവർ ഇട്ട് നല്ല കട്ടിയുള്ള കവറായിരിക്കും. അത് ആക്ച്വലി ഒരു ബാച്ച് പോലെ ആയിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള നിങ്ങൾക്ക് ബാച്ച് ആക്കണമെങ്കിൽ നിങ്ങളുടെ സോഡ അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന ചെറിയ ലിക്വിഡ് മെറ്റീരിയൽ നിങ്ങൾ ഉണ്ടാക്കുന്ന പാക്കറ്റുകളൊക്കെ നിങ്ങൾക്കൊരു ബാച്ച് ആക്കിയിട്ട് കൊടുക്കണമെങ്കിൽ അതിന് വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് ഷ്രിങ്ക് ടണൽ. ഇതും ഒരു നല്ലൊരു ബിസിനസ് ആശയമാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊഡക്റ്റുകൾ ഒരുമിച്ച് എടുത്തിട്ട് ബാച്ച് പോലെ സെല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നല്ല ഓപ്ഷനാണ്. അതേപോലെ തന്നെ വേറെ സാധനമാണ് ഹോട്ട് എയർ ഗൺ. നിങ്ങൾക്കറിയാം നമ്മൾ ഹോട്ട് എയർ ഗൺ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് എവിടെയാണെന്നുള്ളത്. ഈ ഒരു സാധനത്തിനെ ഫുൾ റാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഹോട്ട് എയർ ഗൺ ഉപയോഗിക്കാം. അതേപോലെ തന്നെ വേറൊരു സാധനമാണ് ക്ലിങ് ഫില്ലിംഗ് റാപ്പിംഗ് എന്ന് പറയുന്നത്. ക്ലിങ് ഫില്ലിംഗ് റാപ്പിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം നിങ്ങൾ പെരിഷബിൾ ആയിട്ടുള്ള ഐറ്റംസ് എസ്പെഷ്യലി മഷ്റൂം, ചോളം, അതേപോലെ തന്നെ നമ്മൾ മീറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, പാക്ക് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ക്ലിങ് ഫില്ലിംഗ് റാപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പർപ്പസ് ഇതിനകത്തുള്ള വാക്യൂം കംപ്ലീറ്റ് സക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യും, നല്ല രീതിയിൽ നല്ല റാപ്പായിട്ട് വരുന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത്തരത്തിലുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട്
ഈ ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റുകളായിട്ട് വരാം. പിന്നെ വേറൊരു സാധനമാണ് നമ്മൾ ബോട്ടിൽ. നമുക്കറിയാം നമ്മൾ ബോട്ടിൽ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കൈ ഉപയോഗിക്കാം. പക്ഷേ കൈ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ പെർഫെക്ഷൻസ് കുറവായിരിക്കും. അപ്പം ഇത്തരത്തിലുള്ള മെഷീനറി ഉപയോഗിക്കുന്ന സമയത്ത് ബോട്ടിൽ സ്റ്റിക്കിംഗ് ലേബലിംഗ് മെഷീൻ എന്നുള്ളൊരു മെഷീനും കൂടെ ഇവരുടെ കയ്യിൽ അവൈലബിൾ ആണ്. അത് നല്ല ഹോട്ട് സെല്ലിംഗ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. കാരണം നിങ്ങൾക്ക് അച്ചാർ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ജ്യൂസ് അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ബോട്ടിൽ റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്നെങ്കിൽ ആ ബോട്ടിലിൻ്റെ അടുത്ത് കൃത്യമായിട്ട് ലേബൽ റൗണ്ടായിട്ട് വളരെ കൃത്യമായിട്ട് പ്രിസിഷനോട് വരണമെങ്കിൽ ഈ ലേബലിംഗ് മെഷീൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു ഇതിലുള്ള പ്രോസസ്സിലൂടെ പോകുന്ന സമയത്ത് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ട് ലേബലിംഗ് കിട്ടും. അപ്പോൾ സ്ട്രിംഗ് ടണൽ പറഞ്ഞു, ഹോട്ടൽ പറഞ്ഞു. ഇനി അടുത്ത് പറയുന്നത് ക്യാപ്പ് ക്ലോസിംഗ് മെഷീൻ എന്ന് പറയുന്നത്. ക്യാപ്പ് ക്ലോസിംഗ് നിങ്ങൾക്കറിയാം, നമ്മൾ ക്യാപ്പ് പൊട്ടിക്കുന്ന സമയത്ത് സൗണ്ട് കേൾക്കാറില്ല. അപ്പോൾ ഇത് രണ്ടും കൂടി കമ്പൈനായിട്ട് ഒരു സിംഗിളായിട്ട് വരുന്ന ഇതാണ് ക്യാപ്പ് ക്ലോസിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു മെഷീൻ ആവശ്യമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ബോട്ടിൽ നമ്മൾ ക്യാപ്പുള്ള പ്രൊഡക്റ്റുകളൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പാക്കേജ് ചെയ്യാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ് ക്യാപ്പ് ക്ലോസിംഗ് മെഷീൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് പ്രൊഡക്റ്റാണ് ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള പാക്കേജിങ് സൊല്യൂഷൻ നമ്മുടെ ഈ കമ്പനിയിൽ അവൈലബിൾ ആണ്. നിങ്ങൾ ഡയറക്റ്റായിട്ട് ചെയ്യേണ്ടത് കോൺടാക്ട് ചെയ്യണം. ഇനി ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പാക്കേജ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടതാണ്, ഇതിന് നമ്മൾ ലേബൽ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ലേബലിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന കുറേ മെറ്റീരിയൽസിന് കൂടെ നമുക്ക് കുറേ മെഷീൻ കൂടെ നമുക്ക് പരിചയപ്പെടാം. ഇതിൽ ഒന്നാമത്തെ വെച്ചാൽ മാനുവൽ ബാച്ച് കോഡിംഗ് മെഷീനാണ്. കോഡിംഗ് മെഷീൻസാണ് ഇതിൻ്റെ പേര്. ബാച്ച് കോഡിംഗ് എന്ന് പറയുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഓരോ പ്രൊഡക്റ്റിൻ്റെ അടിയിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ മാനുഫാക്ചറിങ് ഡേറ്റ്, അതിൻ്റെ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഡേറ്റ് ഓഫ് എക്സ്പയറി എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനാണ് നമുക്ക് ഡയറക്റ്റ് അത് വൃത്തിയായിട്ട് പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റീരിയലാണ് ഈ കോഡിംഗ് മെഷീൻസ് എന്ന് പറയുന്നത്. കോഡിംഗ് മെഷീൻസ് പലതരത്തിലുണ്ട്. ഇപ്പോൾ ആദ്യത്തെ ഏറ്റവും സിമ്പിളായിട്ടുള്ള കോഡിംഗ് മെഷീൻ എന്നാൽ ഒരു ബാച്ച് കോഡിംഗ് മെഷീനാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, മാനുവലായിട്ട് അതിനകത്ത് ബാച്ച് ഡേറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഓരോ ബാച്ചുകളായിട്ട് അതിനെ കോഡ്. അതിൻ്റെ വേറൊരു ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോഡലാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മൾ ഇങ്ക് ജെറ്റ് പ്രിൻ്ററിൻ്റെ ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ LCD സ്ക്രീനും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ഹയസ്റ്റ് ആയിട്ടുള്ള ഒരു കോഡിംഗ് മെഷീനും കൂടെ ഇപ്പോൾ കറൻ്റ്ലി അവൈലബിൾ ആണ്. ഇതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഹോട്ട് സെല്ലിംഗ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കോഡിംഗ് മെഷീനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻസ്റ്റൻ്റ് ആയിട്ട് നല്ല ക്വാളിറ്റി വരികയും ചെയ്യും. ഇങ്ക് ജെറ്റ് പ്രിൻ്ററിലാണ് വരുന്നത്. നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് സെറ്റ് ചെയ്യാനും വളരെ ഫാസ്റ്റായിട്ട് ആ ലേബലിലേക്ക് അടിക്കാനും പറ്റും. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, നമ്മൾ പ്രൊഡക്റ്റിൻ്റെ ബാക്കിലും ഫ്രണ്ടിലും അല്ലെങ്കിൽ ബാക്ക് സൈഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഈ ഇങ്ക്ജെറ്റ് കോഡിംഗ് മെഷീനൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്പോട്ട് പ്രിൻറ്റിങ് പോലെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ ടെക്നോളജി എന്ന് പറഞ്ഞാൽ വളരെ വളരെ അഡ്വാൻസ്ഡ് ആണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും നമ്മൾ ബാച്ചുകൾ വളരെ ഫാസ്റ്റായിട്ട് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള സെറ്റ് ചെയ്യാൻ നമ്മൾ മാനുവലായിട്ട് വർക്ക് ചെയ്യേണ്ട ആവശ്യം വളരെ കുറവാണ്. ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് മാറ്റാൻ പറ്റുന്നുള്ളതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. അപ്പം ഇത്തരത്തിലുള്ള റേഞ്ച് ഓഫ് പ്രൊഡക്റ്റുകൾ ഞാൻ ആക്ച്വലി കോഡിംഗ് മെഷീൻസ് ആയിട്ട് ഒരുപാട് കാറ്റഗറീസ് ഉണ്ട്. ഏറ്റവും ഹോട്ട് സെല്ലായിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ളത് നമ്മൾ ഇങ്ക്ജെറ്റ് ഇതൊക്കെ വെച്ചിട്ടുള്ള കോഡിംഗ് മെഷീൻസ് ആണ്. അപ്പം ഈ കമ്പനിയുടെ അടുത്ത് ഞാൻ പറയുന്നു, നിങ്ങളൊരു പ്രൊഡക്റ്റ് കെട്ടെത്തി കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റിനെ കസ്റ്റമറിലേക്ക് എത്തിക്കേണ്ട A to Z സൊല്യൂഷൻസ്. നമ്മുടെ പ്രൊഡക്റ്റ്, ഇപ്പോൾ എൻ്റെ പ്രൊഡക്റ്റ് അച്ചാറാണെന്നുണ്ടെങ്കിൽ അച്ചാറിന് വേണ്ടിയിട്ടുള്ള A to Z സൊല്യൂഷൻ എന്താണ്, അച്ചാറിന് തീർച്ചയായിട്ടും ഒരു ഫില്ലിംഗ് മെഷീൻ വേണം. ഫില്ലിംഗ് മെഷീന് ശേഷം എന്താണ്, നമ്മളൊരു ലേബലിംഗിലുള്ള ഒരു ഐറ്റം വേണം. അതുകൂടാതെ അതിനെ സീൽ ചെയ്യാനുള്ള ഒരു ഐറ്റം വേണം. ഇത്തരത്തിൽ ബാച്ച് ചെയ്യാനുള്ള ഒരു ഐറ്റം വേണം. ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങളുടെ പ്രൊഡക്റ്റ് ഇവരോട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട ഒരു മിനിമം ആയിട്ടുള്ള എന്തൊക്കെ മെഷീൻസാണ്, ആ മെഷീൻ്റെ ഏറ്റവും ബെസ്റ്റ് റേറ്റ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ ഇവർ വളരെ നല്ല രീതിയിൽ ഡിസ്കസ് ചെയ്യും. ആ ഒരു ഡിസ്കഷൻ അഭിപ്രായത്തിൽ ഐസൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനെ വളരെ ഈസി ആയിട്ട് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. വളരെ ഈസി ആയിട്ട് ഓട്ടോമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ ലാഭം. കാരണം നിങ്ങൾ ഒരുപാട് മാൻ അവേഴ്സ് സേവ് ചെയ്യണം. പൊട്ടും താമസിക്കേണ്ട. ഞാൻ ഇന്ന് പറഞ്ഞ എല്ലാ വീഡിയോസും, ഈ കാണിച്ചിരിക്കുന്ന ബാക്കിൽ കാണിച്ചിരിക്കുന്ന ഫ്രണ്ടിൽ കാണിച്ചിരിക്കുന്ന എല്ലാ വീഡിയോസും ഓരോ ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ്. ഈ കണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയാനും ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഇവരെ കോൺടാക്ട് ചെയ്യാം. ഏറ്റവും ലോസ്റ്റ് ആയിട്ടുള്ള പ്രൈസ് ഞാൻ 1100 രൂപ മുതലാണ് നമ്മൾ സെയിലിംഗ് മെഷീൻസിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ചോദിക്കാം എന്താണ് നിങ്ങളുടെ റിക്വയർമെൻറ്റ്, നിങ്ങളുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി എന്തൊക്കെയാണെന്ന് അറിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഈക്വലൻ്റ് ആയിട്ടുള്ള നല്ല മെഷീൻസ് ഇവർ സജസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പം കിഴക്കമ്പലത്താണ്, നിങ്ങൾക്ക് ഓൾ കേരള ഡെലിവറി ഉണ്ട്. അപ്പം ഇനിയൊന്നും താമസിക്കേണ്ട, ഇനിയും ഇവരെ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാൻ മറക്കരുത്. ഇനിയും ഇതുപോലുള്ള നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം.